ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാ. ആയിഷക്ക് സാഡായിരുന്നു, എന്ത് ചെയ്യാറില്ലല്ലോ. ഹീറോ സാഡായിട്ട് പോവാമായിരുന്നു. ജേഹുപ്പ് വന്നായിരുന്നു, ഇടിച്ച് രണ്ടുപേര് താഴെ വീണു. ജേഹുപ്പ് അങ്ങനെ ഒരു പാർക്കായിരുന്നു, ആരുമില്ല. അങ്ങനെ രണ്ടുപേർക്ക് കിസ്സായി. ജേഹൂപ്പ് ഷോക്കായി ഹീറോയിനെ നോക്കത്തുണ്ട്. ഹീറോയ്ക്ക് ഷോക്കായി. സോറി എന്നാൽ ഹീറോ എവിടെ ഓടിപ്പോവും. ഇതിൽ അത് ഫ്ലവർ ഉണ്ടായിരുന്നു ഹീറോയിൻ്റെ കയ്യിൽ. ഫ്ലവർ താഴെയിട്ട് ഇത് മൂസിയാണ് അതിന് ഹീറോയി. അങ്ങനെ അവിടുത്തെ മോണത്തിൽ ഇങ്ങനെ മൂസയുടെ നടന്നു വരുന്നത് അങ്ങനെ ഇടിച്ചത്. ഹീറോയി ഓട്ടം ഓടിപ്പോയി. ജേഹൂബുക്ക് വീടെല്ലാം പിങ്ക് ആവുക തുടങ്ങി. അയ്യോ ഫസ്റ്റ് കിസ്സും പോയല്ലോ എന്ന്. ആരെ കുട്ടിയത് എന്ത്. ജേഹൂബുക്ക് ഒന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ശരി ആരാ നോക്കാന്ന്, നല്ല സ്മെല്ലായിരുന്നു. അന്ന് ഫോളോ ചെയ്ത് നോക്കാതെ ജേഹൂബ് പുറകിൽ വരാൻ തുടങ്ങി. അവിടെ ഒരു വാച്ച് വിൻ, ഒരു വെസ്ലെറ്റ് വിന്നായിരുന്നു ജേഹൂബിൻ്റെ. അത് ജേഹൂബുക്ക് കിട്ടിയ ഹീറോയിൻ്റെ വെസ്ലെറ്റ്. അത് ഫോളോ ചെയ്ത് വരാൻ. അടുത്താണ് ഹീറോയിൻ്റെ വീട്. ജേഹൂബും അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഹീറോയോട് എന്ത് ചെയ്യുന്നത്. ഹീറോയിൻ അങ്ങനെയായിട്ട് ജോലിയായിട്ട് വീട്ടിലകത്ത് പോകുന്നത് ഹീറോയിനെ നോക്കി. ശരി ഓക്കെ. അങ്ങനെയായിട്ട് അതിലൊരു കുട്ടി പറയുന്നത് കേട്ടായിരുന്നു. ഒരു പെണ്ണുണ്ടായിരുന്നു, കൊറിയ ഗേളായിരുന്നു. നീ മാരേജ് കഴിക്കുകയില്ലേ? എന്ത് പറയാ ആയിഷ, മാരേജ് കഴിക്കില്ല നീ? ഇല്ലടി, മാരേജ് പറഞ്ഞ പ്രശ്നമല്ല. ഇങ്ങനെയായിട്ട് അവളോട് പറയാൻ തുടങ്ങി കൊറിയയിൽ. ഇത് ഫുള്ള് ജേഹൂബ് കേട്ടു. എന്ത് ഇതാണടി സംഭവിച്ചത്? അപ്പോൾ ഇത്ര സംഭവിച്ചതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജേഹൂബിനെ ഇഷ്ടമാണോ? അപ്പോൾ ക്രഷാണോ? അല്ലേ പിടിക്കൂടി. അത് മാത്രമല്ല അതെങ്ങനെ സെറ്റാവോ? ഞാനൊരു നോർമൽ ഗേളാണ്, ജേഹൂബ് ഒരു അഡലാണ്. അതുമാത്രമല്ല നിറയെ പ്രോബ്ലം ആവൂടി, അതുകൊണ്ട് വേണ്ട. ഇല്ലടി, അവൻ കണ്ടുപിടിച്ച ഇപ്പോൾ വന്ന് എന്താ ചെയ്യുക അറിയില്ലടി. വേറെ വഴിയില്ല, എൻ്റെ മമ്മി ഇപ്പോൾ നോക്കേണ്ടുള്ളതാണ്. ശരി ഓക്കെടി അങ്ങനെ ഹീറോയി പറഞ്ഞു. അങ്ങനെ ഹീറോയി മുകളിൽ വന്നു. അങ്ങനെ ഹീറോയി മുകളിൽ വന്നായിരുന്നു. ജേഹൂബ് ഇങ്ങനെ കിളി അതെല്ലാം നോക്കിയായിരുന്നു. ഹീറോയി അവിടുന്ന് അവൾ ഫ്രണ്ട് അവിടുന്ന് പോയി. ഹീറോയി ബുർക്ക മാറ്റി ഫുൾ വീട് നോക്കി ജേഹൂബ് ഹീറോയിനെ ഇഷ്ടപ്പെട്ടു പോയി. ജേഹൂബ് അവിടുന്ന് ഒറ്റ ഓട്ടം ഓടിപ്പോയി വണ്ടി കയറി. ജേഹൂബ് മച്ചാ, ഞാൻ ഇന്ന് വരില്ല, ഞാൻ നാളെ വരാം. ഇല്ല 2 ദിവസം കഴിഞ്ഞ് വരും. ബായിടാ. അത് ഫോണിലൊക്കെ അടിച്ചത്. ജേഹൂബ് വീട്ടിൽ പോയി. ജേഹൂബ് മോം ഡാഡി എന്താടാ. ജേഹൂബ് കുറച്ച് കാര്യം പറയാൻ തുടങ്ങി. ശരി ഓക്കേടാ, ഓക്കെ. നിനക്ക് ഓക്കെ ആണല്ലോടാ? എനിക്ക് ഓക്കെ മോം ഡാഡി. നിങ്ങൾക്ക് ഓക്കെ ആണല്ലേ? ശരിടാ ഓക്കെയാണ്. ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ ഉണ്ട് ഇതാ. ശരി ഓക്കെ. എന്താടാ ഇത് ഫുൾ കവർ? അത് ഫുള്ള് ഇതായി ഫോട്ടോ നോക്ക്. ഓക്കെ. അത് ജേഹൂബ് മോം ഡാഡി. ജേഹൂബ് പറയാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ പോയിട്ട് വരാം, പിന്നെ നിങ്ങൾ വന്നാൽ മതി. ശരി ഓക്കെ എന്ന് ജേഹൂബ് വീട്ടിലേക്ക് വന്നു. ജേഹൂബ് പറയാൻ തുടങ്ങി. നടന്ന ഒരാൾ ഫാമിലിയോട് പറയാൻ തുടങ്ങി. ഓക്കെ അവർ പറഞ്ഞു നല്ല ചെക്കനാണ്. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ജേഹൂബ് മോം ഡാഡി വന്നു. പിന്നെ ഉറപ്പിച്ച് അത് അങ്ങനെ ജേഹൂബ് പറയുന്നായിരുന്നു. ശരി ഓക്കെ എന്ന് ജേഹൂബ് പോയി. ഹീറോയെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഹീറോയിനോട് പറയാൻ തുടങ്ങി. മോളെ നിനക്ക് അലേസ് വന്നിട്ടുണ്ട്. എന്ത്? ശരിമ്മ ഓക്കെയാണ്. ഹീറോയി സാഡായിട്ട് പോയി. ഇവൾക്ക് എന്ത് പറ്റി? ഒന്നില്ല, ഇവൾ സാഡായിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും വന്ന് ഹീറോയിനെ നോക്കി പിടിച്ച് പോയി. ശരി ഓക്കെ. ഇത് ഇന്ന് വീട്ടിൽ നോക്കിയിട്ട് അവർ പോയി. ഇപ്പം മാരേജ് നല്ല ഡേറ്റിൽ പറഞ്ഞിട്ട് മാരേജ് ചെയ്യാൻ പറഞ്ഞു പോയി. അങ്ങനെയാണ് ഇന്ത്യ സ്റ്റേറ്റ്സ് മാരേജ് ചെയ്യാന്ന്. പിന്നെ ഇന്ത്യ ഹീറോയ്ക്ക് മാരേജ് നടന്നു. അങ്ങനെ ഹീറോയി മെയ്ഡ് നോക്കില്ലായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു ആര് ചെക്കനെന്നും. അങ്ങനെ മാരേജ് നടന്നു. പിന്നെ ഹീറോയിൻ റൂം പോയി. ഹീറോയി പറഞ്ഞു നാളെ മാരേജ്, ഇന്ന് ഇതെല്ലാം വേണ്ട എന്ന് ഹീറോയി പറഞ്ഞു ഹീറോയിനോട്. അങ്ങനെ ഉറങ്ങിക്കോ, രാവിലായി. അങ്ങനെ ഒരു ബീച്ച് സൈഡിൽ മാരേജ് നടന്നു, കൊറിയ സൈസ് മാരേജ്. അങ്ങനെ ഹീറോയി ഇങ്ങനെ അവളെ തലയിലെന്നിട്ട് കിസ് അടിച്ചു. അങ്ങനെ പറഞ്ഞായിരുന്നു. ഹീറോയി ശ്രദ്ധിച്ചില്ലായിരുന്നു, അത് നെനപ്പിലില്ലായിരുന്നു. ഐഡും പറഞ്ഞ ഹീറോയ്ക്ക് ഒന്നും കേൾക്കില്ല, തോന്നില്ല. സാഡിലായിരുന്നു. നീ ജേഹൂബിനെ മാരേജ് കഴിക്കാൻ നിനക്ക് സമ്മതമാണോ ചെയ്ത് കേട്ടെന്ന്. ഇങ്ങനെ ഹീറോയിൻ്റെ പേര് കേട്ട് ആയിഷയുടെ മാരേജ് സമ്മതമാണ്. അങ്ങനെ ചെയ്ത് കേട്ട് മാരേജ് റിംഗ് ആയിരുന്നു. ഹീറോയി അതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ ഫ്ലവർ എറിയാൻ പറഞ്ഞ ഫ്ലവർ എറിഞ്ഞ് അങ്ങനെ ഹീറോയി വീട്ടിലൊക്കെ പോയി. വീട്ടിൽ കുറച്ച് സാഡായിരുന്നു, ഇതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ആത്മഹത്യ ചെയ്തായിരുന്നു ഹീറോയി. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി ഡാഡി പറയുന്നത് ഇനി പോയി കൊറേ. ഇങ്ങനെ അകത്ത് വന്നു. ഇങ്ങനെ യഥാർത്ഥ തിരിഞ്ഞ് നോക്കി. ഹീറോയ്ക്ക് കാലിരുന്ന് ഹീറോയിനെ നോക്കുന്നത് കേട്ട ഹീറോയ്ക്ക് ഷോക്കായി. ഇതെന്ത് റിയൽ ഫേക്കാണ്? ഹീറോയി ഷോക്കായിരുന്നു. ഒരു കുളിക്ക് എന്നമ്മ ഒരു നുടുകില്ല. വേദനിക്കുന്നത് എന്താ ഒന്നും മനസ്സിലാകുന്നില്ലേ? എന്താടാ നടക്കുന്നത്? ജേഹൂബിനെ നോക്കിയിട്ട് ഷോക്കായി. ഫ്രണ്ട് കോൾ ചെയ്തു. ഹലോ ഫാത്തിമ പറഞ്ഞു. കൺഗ്രസ് മാം, എനിക്ക് ഇഷ്ടപ്പെട്ട കൃഷ്ണനെ കൂടെ നിനക്ക് മാരേജ് ആയി. ഇത് റിയലാണ്. ഹീറോയ്ക്ക് ഷോക്കായി പോയി ചെയ്ത് ജേഹു സ്മൈൽ ചെയ്ത് തുടങ്ങി. അത് ഹീറോയിനോട് പറയാൻ തുടങ്ങി. എനിക്കെല്ലാം അറിഞ്ഞു, അതുകൊണ്ടാണ്
എനിക്ക് പിടിച്ച മാതിരി പെണ്ണും ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചില്ല. എന്നെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സ്മൈൽ ചെയ്യാൻ പറയാൻ തുടങ്ങി. ഓക്കെ, ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിക്ക് പ്രഗ്നൻ്റായി. ഹീറോയ്ക്ക് 2 ബേബീസ് വന്ന്, ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബി. ഫസ്റ്റ് ഒരു ബോയ് ബേബി സ്കൂൾ പോവാണ്. ഗേൾ ബേബിക്ക് 3 വയസ്സായി. അങ്ങനെ പറഞ്ഞാൽ 1ാം ക്ലാസ്സാണ് ഫസ്റ്റ് ബേബി പഠിക്കുകയാണ്. ഹീറോയുടെ 3 വയസ്സായി. ഇതിൽ വന്നായിരുന്നു, ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇത് ന്യൂസല്ല, ഹീറോയിൻ്റെ JF വൈഫ് ഇങ്ങനെ ഇത് ന്യൂസിലാണ് വന്നിരുന്നു. ഇത് കണ്ട് ഷോക്കായി. മാരേജ് കഴിക്ക് പോകാം. ആ ചെക്കനിക്ക് അറിഞ്ഞു. ശരി, ഓക്കെ, എന്തായി കൊറിയക്ക് പോവാം. അങ്ങനെ ആ കൊറിയക്ക് വന്നു. എങ്ങനെ കണ്ടുപിടിച്ച് ആ പ്ലേസിൽ വന്നു. അങ്ങനെ ഹീറോയി സ്കൂൾ കളിക്കിട്ട് വരുമ്പോൾ അവർ വന്ന് ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് അടുത്ത് വന്നു. JF ഇപ്പോൾ ഫുൾ ബോഡി ഗാർഡ് വെച്ചായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. JFിൻ്റെ ആ ബോഡി ഗാർഡ് നല്ല മുസൽമാൻ മതി. 2 പേര് ഇടിച്ച് അവനെ ശരിയാക്കി. ഒരുത്തന്നെ മതിയായിരുന്നു. 2 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ കൂടെ 2 പേരാണ്. അവനും അവൻ്റെ ഫ്രണ്ട് വന്നിരുന്നത്. 2 ഇടിച്ച് ശമ്പന്നിയാക്കി. അവർ പേടിച്ച് പറഞ്ഞു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു. JF പറയാൻ തുടങ്ങി, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലേ? ഇല്ല. ശരി, ഓക്കെ. അപ്പം നിൻ്റെ ഫ്രണ്ട് വന്നോ? ഫ്രണ്ട് വന്നു. ഫ്രണ്ടിക്കും മാരേജായി. അങ്ങനെ അവരൊന്നും ബിസിനസ് മാൻ അങ്ങനെ ഭയങ്കര ഹാപ്പി ഫാമിലിയായി മാറി. ഇപ്പോൾ കുട്ടികളെല്ലാം ഓടി കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഗേൾ ബേബി ഹീറോയിൻ ഉമ്മ ആശ എന്ത് പറ്റി? ഇല്ലമ്മ കുറച്ച് ഇങ്ങനെ ഹീറോയെ അടുത്ത് മയങ്ങി വീണു. ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി. കൺഗ്രസ് JF, നിങ്ങൾക്ക് നെക്സ്റ്റ് ബേബി വരാം. ആഹാ, ബേബിയാണോ? അതിനായിട്ട് ഇങ്ങനെ കുറച്ച് ഡേയ്സ് പോകുന്നതിന് ഒരു JF ബോയ് ബേബി ജനിച്ച് അങ്ങനെ നല്ല ഹാപ്പി ഫാമിലിയായി മാറി തുടങ്ങി. അങ്ങനെ കുട്ടീനോട് പറയായിരുന്നു ഈ സ്റ്റോറി കഥ അല്ല. അങ്ങനെയാണ് ഡാഡി ഞാൻ വന്നത്. അതെ, ബാക്കി നിൻ്റെ കൂടെ ആരും ഉള്ളത്? ആര് ഡാഡി? അത് മറ്റല്ല, ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ ഫാമിലി എല്ലാം ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. JF പറയുന്നത്, എനിക്ക് പാട്ട് ഡാൻസ് കളിക്കണം എന്നെ പോലെ ഇഷ്ടമാണല്ലേ? അതെ ഡാഡി, ഞാനും പാട്ട് പാടുവാണ്. അങ്ങനെ JFൻ്റെ ബേബി പാട്ട് പാടാൻ നല്ല ഫേമസ് ആയി. ഡാൻസ് പാട്ട് എല്ലാവർക്കും കൂടെ ഫാമിലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. JF പാട്ട് പാടാൻ ഹീറോയിൻ ഭയങ്കര ഹാപ്പിയായി കൈകൊടായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറി നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടും ഫ്രണ്ട്സ്. അത് മാത്രമല്ല ഹാപ്പി എൻഡിങ് സ്റ്റോറി. ബൈ ബൈ, സീ.